ജില്ലയിലെ തുറസായ പ്രദേശങ്ങളിൽ തഴച്ചു വളരുന്ന പാർത്തീനിയം ചെടി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പരാതി. അലർജി, ത്വക്ക് രോഗം, ശ്വാസനാള സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് ഈ ചെടി കാരണമാകുന്നു എന്നാണ് തോട്ടം തൊഴിലാളികൾ പറയുന്നത്. വിനാശകാരിയായ ഈ ചെടിയെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരളത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ പാർത്തീനിയം ചെടികൾ എത്തിയത്. ആസ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന പാർത്തീനിയം ചെടി അലർജിക്ക് കാരണമാവാറുണ്ട്. ഇതിന്റെ സാമീപ്യം പലരുടെയും ദേഹത്ത് ചൊറിച്ചിലും തടിപ്പും ഉണ്ടാക്കും. പാർത്തീനിയത്തിൽ അടങ്ങിയിരിക്കുന്ന പാർത്തനിൻ അലർജി ഉണ്ടാക്കുന്നു. മനുഷ്യരിൽ ഇത് ത്വക്ക് രോഗങ്ങൾക്കും ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാകും. പ്രധാനമായും പൂമ്പൊടിയാണ് അലർജിക്ക് കാരണമാകുന്നത്. ശ്വസനനാള സംബന്ധമായ അസ്വസ്ഥതയുള്ളവർക്ക് പാർത്തീനിയത്തിന്റെ പൂമ്പൊടി കലർന്ന വായു ശ്വസിക്കുന്നത് തുടർച്ചയായ തുമ്മൽ, മൂക്കടപ്പ്, കണ്ണിൽ നിന്നും വെള്ളം വരിക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇത്തരത്തിൽ രോഗകാരണമാകുന്ന പാർത്തീനിയം ചെടികളാണ് ഇടുക്കിയിലെ വിവിധ മേഖലകളിലെ തുറസായ ഇടങ്ങളിലും വഴിയരികുകളിലും തഴച്ചു വളർന്ന് രോഗഭീതി പരത്തുന്നത്. എൻ്റെ പിന്നിൽ ഈ കാണുന്ന ഈ സസ്യമാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ പാർത്തീനിയം എന്ന് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ട് അധികം കാലം ആയിട്ടില്ല. ഇതൊരു വിദേശ സസ്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഇതൊരു വിഷസസ്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ആ തിരിച്ചറിവില്ലാതെ പോകുന്നത് നമുക്ക് അതിൻ്റെ വളർച്ച വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പാർത്തീനിയം ഹിസ്റ്റിയോരിയോ ഫോറസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഈ തുറസായ സ്ഥലങ്ങളിലാണ് ഇത് വളരുന്നത്. അപ്പം തുറസായ സ്ഥലങ്ങൾ ഇല്ലാതാക്കുക, അതായത് നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഷെയ്ഡിൽ ഒരിക്കലും ഈ ചെടി വളരാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെടിയെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ നമ്മുടെ റോഡുകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും അതിനെ നശിപ്പിക്കാനുള്ള ഒരു യത്നം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. തീയിട്ട് നശിപ്പിക്കുകയാണ് ഇത് നശിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഉപാധി. അത് വളർന്നു വരുമ്പോഴേ പറിച്ചിട്ട് തീയിലിട്ട് നശിപ്പിക്കുക. അതൊരിക്കലും അത് ഇതുപോലെ പൂവാകാനായിട്ട് നമ്മൾ അവസരം കൊടുക്കരുത് എന്നാണ് നമുക്ക് ഒരു മുന്നറിയിപ്പായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഈ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.